ബാഴ്സയുടെ ഹൃദയമാകാൻ പോകുന്ന സ്റ്റാർ ബോയ് നോട്ട് യമാൽ, ഇറ്റ്സ് മാർക്ക് ബെർണാൽ. യെസ്, ലോകത്തിലെ നിലവിലെ ബെസ്റ്റ് പ്ലേയേഴ്സിൽ ഒരാൾ തന്നെയാണ് യമാൽ. ബട്ട് ബാഴ്സയ്ക്ക് വീണ്ടും ആ പഴയ പ്രതാപത്തിലേക്കെത്താൻ ഒരാൾ മാത്രം മതിയോ? പണ്ടും മെസ്സി ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. ഡാനി ആൽവസ്, ഡിക്കെ, സാവി, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ്. യെസ്, ബുസ്കറ്റ്സ് 2023 മിയാമിയിലേക്ക് പോയതിനു ശേഷം ആ ഒരു പൊസിഷനിലേക്ക് ആപ്റ്റായ ഒരു സൈനിങ് നടത്താൻ ബാഴ്സയ്ക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ടോൾ, കാം, ക്രിയേറ്റീവ്, അവിടെയാണ് ഈ സെയിം ഫിസിക്കും ടെക്നിക്കൽ എബിലിറ്റിയുമുള്ള ബെർണാലിന്റെ പ്രസക്തി. മേ ബി അത്രയ്ക്ക് പോപ്പുലർ ആയിരിക്കില്ല, കാരണം 24-25 സീസണിൽ ബാഴ്സയ്ക്ക് വേണ്ടി ആകെ 280 മിനിറ്റുകളിൽ താഴെ മാത്രമേ പുള്ളി കളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. യമാലിന്റെയും റാഫിനയുടെയും ലെവയുടെയും ഒക്കെ മുന്നേറ്റത്തിന് പുറകിൽ നിന്ന് ചരട് വലിച്ചത് ബെർണാലായിരുന്നു. പിന്നീട് ACL ഇഞ്ചറിയെ തുടർന്ന് ആ സീസൺ നഷ്ടപ്പെടുകയായിരുന്നു. 3 കളി 3 വിൻ. വെറും 17 വയസ്സിൽ ഫ്രാങ്കി ഡിയോങ്ങിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല, മറിച്ച് ബാഴ്സയുടെ മെയിൻ സ്ക്വാഡിൽ കയറിപ്പറ്റാൻ പുള്ളിക്ക് സാധിച്ചിരുന്നു. ഏതായാലും ഇഞ്ചുറി മാറി ഫുൾ ട്രെയിനിങ് സെഷനിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ട്. തോമസ് പാർട്ടിയുടെ ട്രാൻസ്ഫർ പോലും ബാഴ്സ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം ബെർണാലിന്റെ തിരിച്ചുവരവാണ്. വിത്ത് ലോട്ട്സ് ഓഫ് ടാലൻസ് നമുക്ക് നോക്കാം ബാഴ്സയുടെ ഈ സീസണിലെ പ്രകടനം എങ്ങനെയായിരിക്കുന്നത്.